ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് നിറത്തെക്കുറിച്ചുണ്ടായ നിന്ദ തുറന്നു പറയേണ്ടി വന്നു. കേരള സമൂഹത്തിലെ പ്രിവിലേജ്ഡ് എന്ന് പറയാവുന്ന ഗണത്തിൽ വരുന്നയാളാണ്. വിരമിക്കുന്നത് വെറും ചീഫ് സെക്രട്ടറി പദവിയോടെയല്ല, ചീഫ് സെക്രട്ടറിയായി തന്നെയാണ്. ജീവിത പങ്കാളി ചീഫ് സെക്രട്ടറി ആയിരുന്നോ? പിതാവിന് എന്തായിരുന്നു ജോലി? മകൻ എന്തു ചെയ്യുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ പരിഗണിക്കാനേ പാടില്ല. ശാരദാ മുരളീധരൻ എന്ന വ്യക്തി നേരിടേണ്ടി വന്ന അധിക്ഷേപമാണ് വിഷയം. കേരളത്തിലെ ഉദ്യോഗസ്ഥരിൽ ഒന്നാമത്തെയാളാണ് സ്വന്തം നിറത്തെക്കുറിച്ച് പരിഹാസം കേൾക്കേണ്ടി വന്നു എന്ന് തുറന്നു പറഞ്ഞത്. ഇതൊരു ശാരദാ മുരളീധരന്റെ മാത്രം വിഷയമല്ല. ഇത്രയും ഉന്നത പദവിയിൽ ഇരിക്കുന്നയാൾ ഇത് കേൾക്കേണ്ടി വന്നെങ്കിൽ താഴെത്തട്ടിൽ ഉള്ളവർ ഇതെത്രമാത്രം കേൾക്കുന്നു? നമ്മുടെ സിനിമയും മിമിക്രിയുമെല്ലാം ചിരി ഉണ്ടാക്കുന്നത് തന്നെ ഇത്തരം ക്രൂരതകളിലൂടെയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നത് വെറും പുകയല്ല, സത്യാനന്തര കാലമെന്ന് പരിതപിക്കുമെങ്കിലും ഇക്കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും വലിയ ശരിയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അഥവാ ശരിയുടെ പ്രത്യയശാസ്ത്രം. സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. തെറ്റിന്റെ പ്രത്യയശാസ്ത്രം അഥവാ നിറം കറുപ്പാണ്. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ മുഖ്യമന്ത്രിയായ EMS തന്നെയാണ് ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ട മുഖ്യമന്ത്രി. സംസാരിക്കുമ്പോഴുള്ള വിക്കിന്റെ പേരിൽ, ഉയരക്കുറവിന്റെ പേരിൽ, ചെവി കേൾക്കാത്തതിന്റെ പേരിൽ, അങ്ങനെയൊക്കെ. അന്നത്തെ കാർട്ടൂണുകളിൽ EMSന്റെ വാചകങ്ങൾ എഴുതുമ്പോൾ ആദ്യ അക്ഷരം പലവട്ടം ആവർത്തിച്ചെഴുതി ആ വിക്ക് ഓർമ്മിപ്പിക്കുന്ന ശീലമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി പരിഹസിക്കപ്പെട്ടതും ഉയരത്തിന്റെ പേരിലാണ്. മുഖ്യമന്ത്രി കടന്നു വരുന്നു എന്ന് പറയേണ്ടതിന് പകരം തീർത്തും അപഹാസ്യമായ ഒരു വാക്കുപയോഗിച്ച് കടന്നു വരുന്നു എന്ന് വാക്കി ടോക്കിയിലൂടെ പറഞ്ഞ SI ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ആംഗ്യങ്ങൾ ഏറ്റവും വഷളായി അനുകരിച്ചാണ് 2 പതിറ്റാണ്ടെങ്കിലും കേരളത്തിലെ മിമിക്രി വേദികൾ നിലനിന്നത്. അതേ VS AK ആന്റണിയെയും പരിഹസിച്ചിട്ടുണ്ട് ഇതുപോലൊരു പദം ഉപയോഗിച്ച്. ഇതൊക്കെ ഉയർന്ന നിലയിലുള്ളവരുടെ കാര്യം. അക്കാലത്ത് ബസ്സിലും റോഡിലും ഓട്ടോയിലും ട്രെയിനിലും സ്കൂളിലും കോളേജിലുമൊക്കെ എത്ര കുട്ടികളാണ് സ്വന്തം നിറത്തിന്റെ പേരിൽ, ഉയരത്തിന്റെ പേരിൽ, ഭിന്നശേഷിയുടെ പേരിൽ, LGBTQ വിഭാഗത്തിൽ ഒന്നിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ എല്ലാം വേട്ടയാടപ്പെട്ടത്. ബലാത്സംഗം പോലെ തന്നെ ദീർഘകാലത്തേക്ക് ഉള്ളു നീറ്റുന്നതാണ് ഇത്തരം നോവുകളും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാണ് പേരെങ്കിലും ശരിയുടെ പ്രത്യയശാസ്ത്രം ഒട്ടുമില്ലാത്തത് രാഷ്ട്രീയത്തിലാണ്. മുഖ്യമന്ത്രിയെ മുഖ്യപ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ K സുധാകരൻ ഒരു തവണയല്ല പലതവണ അധിക്ഷേപിച്ച വാചകമുണ്ട്. പിതാവിന്റെ തൊഴിൽ പറഞ്ഞുള്ള ആ അധിക്ഷേപത്തിലും വലിയതൊന്ന് ഒരാളെക്കുറിച്ചും പറയാനില്ല. നീ പോടാ ചെക്ക എന്ന് ഒരു അധ്യാപികയ്ക്ക് ശിഷ്യനോട് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാം. കൂട്ടുകാരിക്ക് കൂട്ടുകാരനോട് പറഞ്ഞുകൂടെ എന്നും ചോദിക്കാം. ചെക്കൻ എന്ന വാക്കിന് ഇപ്പോൾ ശബ്ദ താരാവലി പൊളിറ്റിക്കലി കറക്റ്റായി ബാലൻ, ശിഷ്യൻ എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. ചെക്കൻ അഥവാ ചെറുക്കൻ എന്നത് ചെറുമൻ എന്ന വിഭാഗത്തിലെ പുരുഷന്മാരെ ഉയർന്ന ജാതിക്കാർ എന്ന് സ്വയം കരുതിയിരുന്നവർ വിളിച്ചിരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാണ് പറയുന്നതെങ്കിലും ജാതീയമായി താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിച്ചിരുന്നതാണ് ആ വാക്ക്. കല്യാണ ചെക്കനൊക്കെ ഇക്കാലത്ത് പൊളിറ്റിക്കലി കറക്റ്റ് ആണെങ്കിലും ആ വാക്കിന് പിന്നിലുള്ള അധിക്ഷേപം മാഞ്ഞു പോകുന്നതല്ല. തടിച്ചി, തടിയൻ, കുള്ളൻ, കുള്ളത്തി, മുണ്ടൻ, മുണ്ടത്തി, കൂനൻ, ലോങ്ങൻ, മന്ദൻ, മന്ദിപ്പ്, ഇങ്ങനെ കുറേ വാക്കുകളെങ്കിലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷവും ഉപേക്ഷിച്ചിട്ടുണ്ട്. അവ ശരീരാപഹാസം അഥവാ ബോഡി ഷെയ്മിംഗ് ആണെന്ന ബോധ്യം മുമ്പത്തേക്കാൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും നല്ലത്. കോളനി എന്ന വാക്കുപേക്ഷിച്ച് ഉന്നതി എന്നതിലേക്ക് നമ്മുടെ നാട് വന്നിട്ട് 1 വർഷം ആകുന്നതേയുള്ളൂ. പക്ഷേ ലക്ഷം വീട് കോളനിയെ ലക്ഷം വീട് ഉന്നതി എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. സ്വന്തം വീടിന് മുന്നിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിർമ്മിച്ചത് എന്ന് എഴുതി വയ്ക്കേണ്ടി വരുന്ന വീട്ടുകാരൻ മറ്റുള്ളവരുടെ മുന്നിൽ ആജീവനാന്തം ഗതികെട്ടവനാണ്. 2-4 ലക്ഷം രൂപ സ്വന്തം നിലയ്ക്ക് കണ്ടെത്താൻ കഴിയാത്ത ലക്ഷങ്ങളാണ് ഇത്തരം ഭവന പദ്ധതികളിൽ അംഗമാകുന്നത്. ആവാസ് യോജനയിൽ നിർമ്മിച്ച വീട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ബോർഡ് കണ്ട് എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരുടെ മാനസികാവസ്ഥ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
MLA ഫണ്ടിലെ 25 ലക്ഷം കൊണ്ട് നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുന്നത് പോലെ അല്ല സ്വന്തം വീടിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ആണെങ്കിലും പേര് എഴുതി വച്ച് വസിക്കേണ്ടി വരുന്നത്. ലക്ഷം വീട് കോളനി എന്ന വിലാസം എത്രമാത്രം അപമാനകരമായിരുന്നോ അത്ര തന്നെ അപഹാസ്യമാണ് ആവാസ് യോജന നാമധാരണവും. ആധാരത്തിൽ പോലും അങ്ങനെ രേഖപ്പെടുത്തുന്നത് ഭാവിയിൽ സ്ഥലത്തിന്റെ മൂല്യത്തെ വലിയ തോതിൽ ബാധിക്കും. അത് വിൽക്കാനുള്ള അവകാശം നിയമപരമായി കിട്ടുമ്പോൾ ഇങ്ങനെ ഒരെഴുത്തുള്ള വീടിന് എന്ത് മൂല്യമാണ് ഉണ്ടാവുക? പുതിയ കാലത്തും അപമാനങ്ങൾ കടന്നു വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരാളെയും അപഹസിക്കാതിരിക്കുക എന്നതാണ് ശരിയുടെ പ്രത്യയശാസ്ത്രം. അത് ആരംഭിക്കേണ്ടത് രാഷ്ട്രീയത്തിൽ നിന്നാണ്. കവലകൾ തോറും നടക്കുന്ന യോഗങ്ങളിലൊക്കെ എതിരാളിയെക്കുറിച്ച് പറയുന്ന ചീത്ത വാക്കുകൾക്ക് കയ്യും കണക്കുമില്ല. നിയമസഭയിൽ തന്നെ ദിവസത്തിൽ എത്ര തവണയാണ് ഇത്തരം വാക്കുകൾ ഉയർന്നു വരുന്നത്? PC ജോർജിനെ പോലുള്ള നേതാവൊക്കെ ആരെയും എന്തു പറഞ്ഞാലും പരമാവധി സർക്കാർ മെഡിക്കൽ കോളേജിലെ ICU വരെയേ എത്തൂ. അവിടെ നിന്ന് ജാമ്യമെടുത്ത് വീട്ടിൽ പോകാം. ചെറ്റയെന്നും നാറിയെന്നും ഒക്കെ ഇപ്പോഴും വിളിക്കുന്ന നേതാക്കന്മാരുണ്ട്. ചെറ്റപ്പുരയിൽ കഴിയേണ്ടി വന്ന, വിസർജ്യം കോരേണ്ടി വന്ന, അരികുവൽക്കരിക്കപ്പെട്ട ഒരു തലമുറയെയാണ് ആ 2 വാക്കുകൾ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് എന്നെങ്കിലും തിരിച്ചറിയണം. കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകിയിൽ പറയുന്നത് പോലെ ഗ്രാമത്തിൻ പുറത്തെങ്ങോ വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ചാതുർവർണ്ണ്യത്തിലെ 4-ൽ പോലും പെടാതെ അവർ താമസിക്കുന്ന ഗ്രാമത്തിൽ പോലും കയറാൻ കഴിയാതെ ജീവിക്കുന്നവർ. എത്ര ഉന്നതിയിൽ എത്തിയാലും ജാതിയും മതവും നിറവും ഉയരവും ഒക്കെ പറഞ്ഞ് അപഹസിക്കാൻ ചുറ്റും ആളുണ്ടെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ അനുഭവം ഓർമ്മിപ്പിക്കുന്നത്. മതം പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന IASകാരുള്ള നാട്ടിൽ ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഭരണതലത്തിലെങ്കിലും അതില്ലാതാക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.